ഹായ്, ഗുഡ് മോർണിംഗ്. രണ്ട് സുഹൃത്തുക്കൾ. അതിൽ ഒരു സുഹൃത്തിന് ഭയങ്കരമായിട്ട് ഒരു അസുഖം വന്നിട്ട് ആശുപത്രി കിടക്കയിലായി. ഉം. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. അപ്പം കൂട്ടുകാരന് ഭയങ്കര സങ്കടമായി. അയ്യോ, അവൻ എന്ത് പറ്റിയതാ, എന്താ കാര്യം. അവൻ്റെ അസുഖ വിവരങ്ങളെല്ലാം ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് കൂട്ടുകാരനോട് ഇത് പറയാനും പറ്റില്ലല്ലോ, പക്ഷേ അടുത്ത് വന്നിരുന്നു, ഒന്ന് കയ്യെ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് വിഷമമുണ്ടോ? നമ്മൾ സാധാരണ ചോദിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ രോഗക്കിടക്കയിലായിരിക്കുന്ന ഈ കൂട്ടുകാരൻ തൻ്റെ സ്വന്തം കൂട്ടുകാരനോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ മറന്നുപോയിന്ന്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തും, അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും. പക്ഷേ എവിടേക്കോ നമ്മളെ മനസ്സിലാക്കാൻ, നമ്മളെ സ്വന്തമായിട്ട് സ്നേഹിക്കാൻ ഒക്കെ അങ്ങ് മറന്നുപോകും. ചിലപ്പോൾ ജീവിതം അവസാനിക്കുന്ന സമയത്തായിരിക്കും ഒരു ചിന്ത, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ എന്ന തോന്നലുണ്ടാകുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും കൂടി സമയം മാറ്റിവെക്കാൻ ശ്രമിക്കണം. മീ ടൈം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ മറക്കണ്ട, നിങ്ങൾ നിങ്ങളെയും സ്നേഹിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ കൂടെ സ്നേഹിക്കാനും കരുതാനും, കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ കരുതാനും സാധിക്കുകയുള്ളൂ. ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ് ഫ്രം അജിനീസ് മോട്ടിവേഷണൽ ക്ലോസ്. താങ്ക് യു.